അടിപൊളി പടമായിരുന്നു. വേറെ ലെവൽ ട്രാൻസ്ഫോർമേഷനാണ് പൃഥ്വിരാജിൻ്റെ. നമ്മൾ രസമുണ്ട്, കൈയടിക്കാൻ പറ്റണില്ല സങ്കടം വന്നിട്ട്, പക്ഷെ എൻജോയ് ചെയ്ത് കൊള്ളാം. നല്ല മൂവി. മിണ്ടാൻ പറ്റണില്ല, അതായത് നമ്മൾ സാധാരണ ഒരു തിയേറ്ററിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മൂവിക്ക് പോയാൽ നമുക്ക് കൈയടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഓരോ ട്രാൻസ്ഫോർമേഷൻ കാരണം കൈയടിക്കണമെന്നുണ്ട്, പക്ഷെ കൈയടിക്കാൻ പറ്റില്ല. ആ ലെവലിൽ നല്ല മൂവി. നോവൽ വായിച്ചിട്ടുണ്ട്. നോവൽ വായിച്ചതുപോലെയൊക്കെ തന്നെയാണ്, എന്നാലും മൂവി വേറെ ലെവലാണ്. അത് നമ്മൾ വായിക്കുന്ന പോലെ ഇല്ലല്ലോ, കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. വേറെയുള്ളൂ നല്ല വെൽ മെയ്ഡാണ്. പിന്നെ നമ്മൾ വായിച്ച ഓരോ കാര്യങ്ങളും നല്ല പോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പറയാൻ എനിക്കറിയില്ല. ഡയറക്ഷൻ നല്ല മൂവി. പടം നല്ലതായിരുന്നു, നല്ല മൂവിയായിരുന്നു. ലൈക്ക് ഇപ്പം ഒരു എന്താ പറയുക, ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോവലൊന്നും വായിച്ചിട്ടില്ല, അപ്പം ഞാനിപ്പോൾ കാണുന്ന ഓരോ സീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര നല്ല ഫീലാവുന്നുണ്ടായിരുന്നു. ഇല്ല, എനിക്കിത് തന്നെ മതി. അതെ അത് തന്നെയാണ്. കാരണം ഇപ്പം അതിൽ ലൈക്ക് ഒരു ലൈഫിൻ്റെ ഓരോ സ്റ്റേജും ലൈക്ക് ആ ഒരു ഇയേഴ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണുമ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ലൈക്ക് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് അല്ല, ഇങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ലൈക്ക് എന്താ പറയുക, ഒരു ഫീല് ഭയങ്കരമാണ്. അപ്പം അത് കുറേ ഇങ്ങനെ ഇമോഷണലായിട്ടുള്ള കുറേ സീനുകളുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നല്ലായിരുന്നു. നോവലിനോടൊരു 100% അവർ നീതി പുലർത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ സീൻ കാണുമ്പോഴും നോവൽ വായിക്കുന്ന പോലെ തന്നെ അത് ഫീൽ വന്നത്. ആ നജീബിൻ്റെ ഒരു കടന്നുപോയ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നോവൽ വായിച്ചിട്ടാണ് ഞാൻ ചെറുപ്പത്തിലാണ് വായിച്ചത്, പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും ഒരു റീക്രിയേഷൻ തന്നെയായിരുന്നു. പൃഥ്വിരാജിനെ പറയാനില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയം. വേറെ ലെവലായി പോയി ആൾ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ആ പുതിയ പയ്യൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ആളും ആ മരിക്കുന്ന സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ഫെൽട്ടായി, ഭയങ്കര കരച്ചിലൊക്കെ വന്നു. ഒരു രക്ഷയില്ല, അടിപൊളി പടം. നല്ല പടം, നല്ല മൂവി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസും കണ്ണിറങ്ങുന്ന സിറ്റുവേഷൻസാണ്. നല്ല പടമായിരുന്നു. കുറേ കരഞ്ഞു. സാധ്യതയുണ്ട്, നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് അത്യാവശ്യം. നന്നായിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ നല്ലൊരു ഫിലിമാണ്. നല്ല അഭിപ്രായമാണ്. നല്ല പടമായിരുന്നു. അഭിപ്രായം സൂപ്പർ. നല്ല മൂവിയായിരുന്നു. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വായിച്ചിട്ടില്ല, അമ്മയൊക്കെ വായിച്ചിട്ടുണ്ട്. നോവലിനെ കുറിച്ചും വായിച്ച സമയത്ത് നല്ല രീതിയിലാണ് പറഞ്ഞത്. ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വായിക്കാൻ താല്പര്യമുണ്ട്. കുഴപ്പമില്ല. നല്ല കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ അനുഭവ കഥ പോലെ ഇരിക്കുന്നു. സൂപ്പറാണ്. സെക്കൻഡ് ഹാഫൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതാണ്. അഭിനയം വയസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒരു നാഷണൽ അവാർഡൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലതായിട്ടുണ്ട്. എല്ലാവരുടെ ആക്ടിങ് നല്ലതാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ വളരെ ഇതുപോലൊരു ആക്ടിങ് കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്ത്. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ബ്ലസ്സിയുടെ ആണെങ്കിൽ പോലും വളരെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒരുപക്ഷെ എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ ഗൾഫിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പം ഒരുപാട് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യും, പക്ഷേ അതേസമയം ഒരു സന്തോഷം ഫീൽ ചെയ്യും. ടുവേർഡ്സ് ദി എൻഡ് റെസിലിയൻസിൻ്റെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞു. ഓരോ പ്രവാസിയും കണ്ടിരിക്കേണ്ട സിനിമയും കൂടിയാണെന്ന് പറയേണ്ടി വരും. അവസാനം പറഞ്ഞ ടാഗ് ലൈനാണ് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തത്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊന്നും നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ അത് ശരിക്കും ഒരു കാണേണ്ട മൂവിയാണ്. ഹാറ്റ്സ് ഓഫ് ടു ബ്ലെസ്സി ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്. താങ്ക് യു. നല്ല പടം, ഉഗ്രൻ, സൂപ്പറായിരുന്നു.